കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം യൂണിറ്റ് 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും USS LSS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. USS ക്ലാസ്സിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ചാനൽ ലിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പഠന പ്രവർത്തനങ്ങളും നോട്ട്സൊക്കെ തരികയാണ് കേട്ടോ. നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക, എക്സാമിനൊക്കെ നന്നായിട്ട് മാർക്ക് വാങ്ങുക. 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്, അല്ലേ? ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. അപ്പോൾ നമുക്ക് ഭരണഘടനയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് യൂണിറ്റിലൂടെ നോക്കാം. ഗാന്ധിജി തൻ്റെ യങ് ഇന്ത്യ എന്ന വാരികയിലൂടെ 1931 എഴുതിയ ഒരു ഉദ്ധരണി വായിക്കാട്ടോ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്നു അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീതിത്വമില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെ ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെയും അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുവദിക്കാനുള്ള ഇന്ത്യ. ഇവിടെ ഗാന്ധിജി ആഗ്രഹിക്കുന്നത് നല്ലൊരു ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുക്കാനാണ്. എല്ലാവരും സൗഹാർദ്ദത്തോടെ ജീവിക്കാനും ലഹരി വസ്തുക്കളുടെ ശാപമില്ലാത്തൊരു ഇന്ത്യയെയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു ഇന്ത്യയാണ് ഗാന്ധിജി ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഗാന്ധിജി ഇന്ത്യക്കൊരു ഭരണഘടന കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്, അല്ലേ? അപ്പോൾ ഗാന്ധിജി എന്തൊക്കെ ആശയങ്ങളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? സമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം. ഭരണഘടന സ്വതന്ത്ര സമര സേനാനികളുടെ സ്വപ്നമായിരുന്നു. അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങൾ നോക്കാട്ടോ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായവർ ആരെല്ലാം? സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കർ, കർഷകർ. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം, 1857 വിപ്ലവത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിട്ടുള്ളത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്തായിരുന്നു? മതസൗഹാർദ്ദത്തിനുള്ള ദേശീയബോധം വളർത്തി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വൈദേശികാധിപത്യത്തിൽ ചില സംഘടനകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. എല്ലാം പ്രാദേശിക തലത്തിൽ ഉയർന്നു വന്ന സംഘടനകളാണ്, അല്ലേ? ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിലൊരു സംഘടന ഉയർന്നു വന്നു. ഏതാണത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് 1885 രൂപീകൃതമായത്. ആരാണ് രൂപീകരിച്ചത്? A.O. ഹ്യൂം. അതിൻ്റെ ആദ്യ പ്രസിഡന്റ് W.C. ബാനർജി. അതൊക്കെ നമുക്ക് USS ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുക, വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്ന് മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ വരവോട് കൂടിയിട്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ കൈവന്ന മാറ്റം ഏതൊക്കെയാണ്? ബഹുജന സ്വഭാവം കൈവന്നു. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച എന്തെല്ലാം കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്? സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളാണ് ഭരണഘടനാ നിർമ്മാണത്തിൽ സ്വാധീനിച്ചത്. 1947 മുമ്പ് തന്നെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് നമ്മുടെ സ്വതന്ത്ര സമര സേനാനികൾ ആഗ്രഹിച്ചിരുന്നു. ഭരണഘടനയിൽ എന്തൊക്കെ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്? മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം. ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ളൊരു രാഷ്ട്രത്തെയാണ്
സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടത്. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കണമെന്നവർ ആഗ്രഹിച്ചു. ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത്. വിലയിരുത്തുക. വിദേശ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക മാത്രമല്ല, സാമൂഹിക രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. ആദ്യകാല സമരങ്ങളൊക്കെ നടന്നതും ഈ ലക്ഷ്യങ്ങൾ കൂടി നേടാൻ വേണ്ടിയായിരുന്നു. മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത. കൂടാതെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹിക നീതി ഉറപ്പാക്കണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമര നേതാക്കന്മാർ ഇന്ത്യയെ നയിച്ചത്. അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അടിത്തറയായി ഇവയൊക്കെ മാറിയത് ഇതൊക്കെ മുൻനിർത്തിയത് കൊണ്ടാണ്. ഭരണഘടനയുടെ പിൻഗാമി. ഇവിടെ ഒരു കുട്ടി ചിന്തിക്കുകയാണ് അല്ലേ. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ് 1950 ജനുവരി 26. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവയ്ക്ക് പ്രത്യേകം മണ്ഡലങ്ങൾ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ഓക്കെ മക്കളെ, ഇനി അടുത്ത പാർട്ട് ഭരണഘടനാ നിർമ്മാണത്തിലേക്ക്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. എല്ലാവരും നമ്മുടെ USS ക്ലാസ്സിലെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ.